എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വലിയൊരു ഗ്രാമം കാണിക്കുകയാണ്. ആ ഗ്രാമത്തിൻ്റെ പേര് ഹേജ് എന്നാണ്. അതിൻ്റെ പുറത്തായിട്ട് അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ഗ്രാമത്തിൽ നിന്ന് അല്പം ദൂരത്തായിട്ട് രണ്ട് കുട്ടികൾ. അവരാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ എന്തൊക്കെയോ കണ്ട് പേടിച്ചും ഭയന്നും ഒക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരെ സൂം ചെയ്ത് കാണിക്കും. അവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണ്. അവരാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ ഒരു ചർച്ചിൻ്റെ താഴെ ഇരുന്നാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടനെ ആ ശബ്ദം കേട്ട് ആ ചർച്ചിലെ ഫാദർ അവരുടെ അടുത്തേക്ക് വരും. അവർ രണ്ടുപേരെയും സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. ആളാണെങ്കിൽ ആളുടെ കയ്യിൽ ഫയറൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അതിൽ ആദ്യത്തെ കുഞ്ഞ് അത് വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞാണെങ്കിൽ ചുറുചുറുക്കോടെ കാലും കൈയും ഒക്കെ എടുത്തിട്ട് അടിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ആ കുഞ്ഞിന്റെ പേരെന്താണെന്ന് അറിയാനായിട്ട് അതിനൊന്ന് ചെക്ക് ചെയ്യും. അതിന്റെ പേര് യൂനോ എന്നാണെന്ന് ഇപ്പൊ ഫാദർ മനസ്സിലാക്കുകയാണ്. വാവ്, നല്ല പേര്. ഇനി രണ്ടാമത്തെ ഈ വികൃതിക്കുട്ടന്റെ പേര് അതെന്താണെന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അച്ഛനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഡ്രസ്സ് അത് നീക്കാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് വികൃതിക്കുട്ടനാണെങ്കിൽ അച്ഛനെ മുഖത്ത് തന്നെ ഒരു കിക്ക് വെച്ച് കൊടുക്കും. അതിൽ അച്ഛൻ അങ്ങനെ ഷോക്ക് ആവുകയാണ്. ഫാദറിനാണെങ്കിൽ ആദ്യം നല്ല ദേഷ്യമൊക്കെ വരുമെങ്കിലും അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള മുഖം കാണുമ്പോൾ തന്റെ ദേഷ്യമൊക്കെ മറന്ന് ഇപ്പൊ വീണ്ടും അവന്റെ ടീഷർട്ട് അങ്ങനെ കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ അതിൽ അവന്റെ പേര് കാണും, ആസ്ത. വാവ്, ഈ വികൃതിക്കുട്ടന്റെ പേര് ആസ്ത എന്നാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണ് ഈ ചർച്ചിലെ ആദ്യത്തെ വളർത്തുമക്കൾ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും അച്ഛൻ സ്വീകരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത 15 വർഷത്തിന് ശേഷം ഇപ്പോൾ ആ ഒരു ചർച്ച് കാണിക്കും. ഇപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഒരു ചർച്ചിന് ചുറ്റുമുള്ള ഗ്രാമം കാണിക്കുകയാണ്. ആ ഗ്രാമം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമമാണ്. മാജിക് പവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ കൃഷി ചെയ്യുന്നതും മഴ പെയ്യിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതും. ഇവിടെ ചർച്ചിലാണെങ്കിൽ നമ്മുടെ ആസ്തയെ കാണിക്കും. അതായത് അച്ഛനെ കിക്ക് ചെയ്ത ആ ചെറിയ പയ്യൻ. അവനാണെങ്കിൽ 15 വർഷത്തിന് ശേഷം അല്പം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പയ്യനായി മാറിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു ഫ്ലവർ ഒക്കെ എടുത്ത് സിസ്റ്റർ ലില്ലിയുടെ അടുത്തേക്ക് വന്ന് പറയും, സിസ്റ്റർ ലില്ലി, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഞാനൊരു കന്യാസ്ത്രീയാണ്. എന്നെക്കൊണ്ട് ഒരിക്കലും ആരെയും വിവാഹം കഴിക്കാനായിട്ട് കഴിയില്ല. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് പറയും. അത് കേട്ട് ആസ്തയാണെങ്കിൽ മുട്ടുകുത്തി, ഐ എം സോറി, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ എങ്കിലും എനിക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാനാവില്ല. നിങ്ങളെ ഞാൻ മാരേജ് ചെയ്യുമെന്ന് പറയും. അത് കേട്ട് സിസ്റ്റർ ആണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാജിക് ബുക്ക് അതിന്റെ സഹായത്താൽ ഒരുപാട് വെള്ളം അവന്റെ ദേഹത്തേക്ക് ഒഴിപ്പിക്കുകയാണ്. വെള്ളത്തിന്റെ ശക്തി കൂടി ആസ്തയാണെങ്കിൽ തറയിൽ അടിച്ചു വീഴുമ്പോൾ സിസ്റ്റർ ആണെങ്കിൽ ഷോക്കാവും. ഓ നോ, ആസ്ത, ഞാൻ അത്രയും ഫോഴ്സിൽ വെള്ളം നിന്റെ ദേഹത്തേക്ക് അടുപ്പിക്കണമെന്ന് കരുതിയതല്ല. ഉടനെ ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ അവിടേക്ക് വരും. സിസ്റ്റർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. ഈ ആസ്ത എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വളരെയധികം കുസൃതിയാണ്. ആരോട് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിയില്ല. നിനക്ക് കിട്ടേണ്ട പണി തന്നെയാണ് കിട്ടിയതെന്ന് പറഞ്ഞ് ഇപ്പൊ ബാക്കിയുള്ള കുട്ടികൾ അവനെ കളിയാക്കുമ്പോൾ അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കും. കാല് വഴുതി അവൻ വീണ്ടും വെള്ളത്തിലേക്ക് വീഴുകയാണ്. അപ്പോൾ ആസ്തയുടെ കൂടെ ഉണ്ടായിരുന്ന ആ യൂണോ പയ്യൻ അവനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരും. ആസ്തയാണെങ്കിൽ ദേഷ്യപ്പെട്ട് യൂണോട് ചോദിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് യൂണോ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് മാത്രം ആരും സെറ്റാവുന്നില്ല. അതിന് യൂണോ ആണെങ്കിൽ ആസ്തയോട് പറയും, നിന്റെ സ്വഭാവവും കയ്യിലിരിപ്പും അത് രണ്ടും കൊണ്ടാണ് നിനക്ക് ആരെയും ലഭിക്കാത്തത്. നീ ഇനിയെങ്കിലും ഇതുപോലെ വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിക്കാതെ ജീവിക്കാനായിട്ട് യൂണോ ആണെങ്കിൽ ഇപ്പോൾ ആസ്തയെ ഉപദേശിക്കും. ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പൊ ആസ്തയോട് ചോദിക്കും, സത്യത്തിൽ നീ യൂണയോടൊപ്പം തന്നെ ജനിച്ചവനാണോ? അവന്റെ യാതൊരു ക്വാളിറ്റിയും നിനക്കില്ല എന്ന് പറയും. അത് കേട്ട് കലിയിളകിയ ആസ്തയാണെങ്കിൽ ആ കുട്ടികളോട് ദേഷ്യപ്പെടും. ഞാൻ നിങ്ങളെ കഴിഞ്ഞും എൽഡറാണ്, നിങ്ങളുടെയൊക്കെ ബ്രദറിന്റെ സ്ഥാനമാണ് എനിക്ക് കുറച്ചെങ്കിലും മര്യാദ നിനക്ക് തന്നൂടെയും ചോദിക്കും. അതിന് മറ്റൊരു കുട്ടിയാണെങ്കിൽ അവനോട് പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മാജിക് പവറൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് മാത്രം യാതൊരു പവറും ഇല്ല. മാത്രമല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എനിക്ക് നല്ല പവർ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ആസ്തയാണെങ്കിൽ ബുള്ളറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിലും നന്നായിട്ട് ഇപ്പോൾ വേറൊരു പയ്യൻ ബുള്ളറ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ യൂണോ ആണെങ്കിൽ ഒരുപാട് മാജിക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ആസ്തയ്ക്കാണെങ്കിൽ കുറച്ച് അസൂയൊക്കെ തോന്നും. കുഴപ്പമില്ല, ഞാൻ എൻ്റെ പവർ വെച്ച് ആ മരം അത് വെട്ടിയിടുന്നു പറയുമ്പോഴേക്കും യൂനോ അത് ഈസി ആയിട്ട് അവന്റെ പവർ ഉപയോഗിച്ച് വെട്ടിയിടും. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ആസ്തയെ കളിയാക്കുമ്പോൾ എനിക്ക് സ്പീഡിൽ ഓടാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് ഓടുന്ന അതേ നിമിഷം ഫാദർ ആണെങ്കിൽ ഡോറ് പുറത്തേക്ക് തുറക്കും. ആ ഡോറിലിടിച്ച് ആസ്തയാണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. ആസ്തയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. എന്നെ കൊണ്ട് ഒരിക്കലും ആ വിസാർഡിനെ പോലെ ആവാൻ കഴിയില്ലേ, എനിക്കൊരിക്കലും ഇനി പവർ ലഭിക്കില്ലേന്ന് ചിന്തിക്കും. അവിടേക്ക് വന്ന ഫാദർ ആണെങ്കിൽ എല്ലാവരോടും പറയും, നമ്മുടെ അഭിമാനം അത് കാത്തു സൂക്ഷിക്കാനായിട്ട് പോകുന്നത് യൂനോ ആണ്. ആസ്തയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. ആസ്തയാണെങ്കിൽ യൂനോയെ വെല്ലുവിളിക്കും. നീ ഞാനും തമ്മിൽ ഇവിടെ മുതൽ ഒരു മത്സരം ആരംഭിക്കുകയാണ്. നമ്മളിൽ ആരാണ് ആദ്യം ഏറ്റവും നല്ല മന്ത്രവാദിയായി മാറുക?
അതായിരിക്കും ഇനി നമുക്കിടയിലുള്ള മത്സരം എന്ന് പറയും. യൂനോ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. അത് കണ്ട് വീണ്ടും വിഷമത്തിലായ ആസ്തയാണെങ്കിൽ അവിടുന്ന് ഓടുകയാണ്. സിസ്റ്റർ ആണെങ്കിൽ ചർച്ചിനുള്ളിലേക്ക് വരും. യൂനോയോട് നീ എന്തുകൊണ്ടാണ് നിന്റെ ബ്രദർ ആസ്തയോട് മറുപടി പറയാഞ്ഞതെന്ന് ചോദിക്കും. അതിന് അവൻ പറയും ഞാൻ അറിഞ്ഞുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. അവൻ എനിക്ക് വേണ്ടി അവസാനമായിട്ട് തല്ലുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു രൂപം അതെന്റെ മനസ്സിലുണ്ട്. അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറയും. സിസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കും. ആസ്ത എപ്പോഴും പുറത്തു പോയി വൈകുന്നേരം തിരികെ വരുമ്പോൾ അവന്റെ ബോഡിയിലും ഡ്രസ്സിലും മുഴുവൻ തന്നെ ഒരുപാട് മണ്ണുണ്ടായിരിക്കും. അവൻ ശരിക്കും എന്താ ചെയ്യുന്നേ? അവൻ എന്തിനായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്നൊക്കെ സിസ്റ്റർ ആലോചിക്കും. കട്ട് ചെയ്ത ആസ്തയെ കാണിക്കും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആസ്തയാണെങ്കിൽ തലകുത്തി മറിഞ്ഞും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് വലിയൊരു മന്ത്രവാദിയാവണമെന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം വെള്ളം കുടിക്കുകയാണ്. ഇത് കുടിക്കുകയാണെങ്കിൽ വേഗം മന്ത്രവാദിയായി മാറാൻ കഴിയുമെന്നൊക്കെ അവൻ അവനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ എല്ലാവർക്കും ഗ്രിമിയോ എന്നു പേരുള്ള മന്ത്രപുസ്തകം അത് ലഭിക്കാനായിട്ട് പോവുകയാണ്. അവിടെയുള്ള ഓരോരുത്തർക്കും അത് ലഭിക്കും. ആസ്തയാണെങ്കിൽ അത് ലഭിക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷത്തിൽ തുള്ളിച്ചാടി അവിടേക്ക് വരും. അങ്ങനെ എല്ലാവരും അവരവരുടെ ഗ്രിമിയോറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു വയസ്സായ ആള് അവിടേക്ക് കടന്നു വരികയാണ്. ആളാണെങ്കിൽ ഒരു പ്രത്യേക തരം മന്ത്രം അത് ഉപയോഗിക്കും. നിങ്ങളുടെ ഗ്രിമിയോർ അഥവാ മന്ത്രപുസ്തകം അതേതാണോ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കട്ടെ എന്ന് പറയും. അടുത്ത നിമിഷം ഒരുപാട് മന്ത്ര ബുക്കുകൾ അതങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും ലഭിക്കുകയാണ്. ആ അപ്പാപ്പനാണെങ്കിൽ എല്ലാവരോടും ചോദിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രിമിയോർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ? ഉടനെ ആസ്തയാണെങ്കിൽ വിളിച്ചു പറയും അയ്യോ ഇല്ല ഇല്ല, എന്റെ മാത്രം എനിക്ക് കിട്ടിയില്ല. അത് കേട്ട് എൽഡർ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും അങ്ങനെയാണെങ്കിൽ ഈ വർഷം നിനക്ക് ഈ പവർ ലഭിക്കാൻ പോകുന്നില്ല, അടുത്ത വർഷം നീ ഒന്നുകൂടെ ശ്രമിക്കാനായിട്ട് പറയും. അത് കേട്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും അവനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് യൂനോയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ കിട്ടുക. അതായത് അൽസാഡിന് കിട്ടുന്ന ആ ഒരു വലിയ അൾട്ടിമേറ്റ് പവർ അതായിരിക്കും യൂനോയ്ക്ക് കിട്ടുക. അവന്റെ കയ്യിലേക്ക് വന്ന് ചേർന്നത് വിസാഡിന് മാത്രം ലഭിക്കുന്ന ആ 4 ക്ലവർ മന്ത്ര ബുക്കാണ്. അത് കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടു കൂടെ ആ പുസ്തകത്തിലേക്ക് തന്നെ നോക്കും. യൂനോയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും. അവൻ ആ പുസ്തകം അതങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ ആസ്തയാണെങ്കിൽ ദേഷ്യത്തിൽ ഓടി വന്ന് പറയും ഇന്നല്ലെങ്കിൽ നാളെ ഞാനായിരിക്കും നിനക്ക് ഓപ്പോസിറ്റ് വന്ന് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുക. നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണമെന്ന് പറയുമ്പോൾ യൂനോ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ കടന്നു പോകും. ആസ്തയാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ പുറത്തേക്ക് വന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ചർച്ചിലേക്ക് രണ്ടുപേര് കടന്നു വരികയാണ്. അവരാണെങ്കിൽ അവരുടെ ഗ്രിമിയർ പവർ ഉപയോഗിച്ച് ഇപ്പോ യൂനോയെ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ 4 ക്ലവർ പവർ അത് നിന്നെ പോലെ ഒരു വിഡ്ഢിയുടെ കയ്യിൽ കിട്ടേണ്ടതല്ല എന്ന് പറഞ്ഞ് അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ യൂനോ ആണെങ്കിൽ അവന്റെ ക്ലവർ പവർ ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് അവരങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. ഉടനെ രണ്ടാമത്തെ വില്ലനാണെങ്കിൽ ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന പവർ ഉപയോഗിച്ച് അവനങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ആ 4 ക്ലവർ ബുക്ക് അത് അവൻ കയ്യിലെടുക്കും. ഉടനെ നമ്മുടെ ചെക്കനാണെങ്കിൽ ദേഷ്യപ്പെടും മര്യാദയ്ക്ക് ആ ബുക്ക് എനിക്ക് തിരികെത്താ, അത് അതിന്റെ ഓണറിന്റെ കയ്യിൽ മാത്രമേ വർക്കാവൂ. അതിനവൻ പറയും കുഴപ്പമില്ല, ഞാൻ ഈ ഒരു 4 ക്ലവർ ബുക്ക് അത് വലിയ വിലയ്ക്ക് വിൽക്കും. ഇവനിത് പറയുന്ന അതേ നിമിഷം ഇവിടെ ആസ്തയാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അവിടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചിലേക്ക് വന്ന ആസ്തയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. യൂനോയെ ലോക്ക് ചെയ്ത് ആ ഒരു വില്ലൻ ആ ബുക്കുമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആസ്ത ദേഷ്യപ്പെടും ആ ബുക്ക് എന്റെ ബ്രദർ യൂനോയുടേതാണ്, നീ എന്തിനാണ് അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് അവനെ അഴിച്ചുവിട്ട് ആ ബുക്ക് തിരികെ കൊടുക്ക്. അത് കേട്ട വില്ലനാണെങ്കിൽ ഇപ്പോ നമ്മുടെ ആസ്തയെ കളിയാക്കും. നീ പവറുകളൊന്നും ഇല്ലാത്ത ആ വിഡ്ഢിയായ പയ്യനല്ലേ? ഇവിടെ യൂനോ ആണെങ്കിൽ ആസ്തയോട് വിളിച്ചു പറയും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, അപകടമാണ്, രക്ഷപ്പെട്ടു പോ. പക്ഷേ ആസ്ത അത് കേൾക്കാതെ ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. വില്ലനാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ ചെയിൻ പവർ ഉപയോഗിച്ച് ഇപ്പോ ആസ്തയെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. വില്ലൻ അവനോട് പറയും പവറില്ലാത്ത നിനക്ക് ഇതാണ് നിന്റെ വിധി, സോ ദയവ് ചെയ്ത് ഇനിയെങ്കിലും മണ്ടത്തരം കാണിക്കരുതെന്ന് പറയും. ഉടനെ ആസ്തയും അതെ പവറില്ലാത്ത ഞാൻ ശരിക്കും ഒരു തോൽവിയാണെന്ന് പറഞ്ഞ് തല താഴ്ത്തുമ്പോൾ അവന്റെ ബ്രദറാണെങ്കിൽ വിളിച്ചു പറയും ആസ്ത നീ ഒരിക്കലും ഒരു തോൽവിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആ ചെയിന് വേണ്ടി ഫൈറ്റ് ചെയ്തവനാണ് നീ, വിട്ടുകൊടുക്കാതെ പോരാടാനായിട്ട് പറയും. അടുത്ത നിമിഷം ആസ്തയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഉച്ചത്തിൽ അലറും. ആ സമയം 5 ക്ലവറിന്റെ വലിയൊരു ബുക്ക് അത് അവിടേക്ക് വരികയാണ്. അത് കണ്ട് ആ വില്ലനാണെങ്കിൽ ഷോക്കാവും. അതങ്ങനെ ഒരു വലിയ സ്വാഡായി മാറുകയാണ്. അപ്പോഴായിരിക്കും ആ ക്ലവർ ബുക്ക് എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് കാണിക്കുക. 3 ക്ലവർ ബുക്ക് എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേകതരം ടെക്നിക്സും പവറും ഒക്കെ ഉള്ള ബുക്കാണ്. 4 ക്ലവർ ബുക്ക് അത് ഭാഗ്യം കൊണ്ടുവരുന്ന ബുക്കാണ്. എത്രയൊക്കെ കഷ്ടകാലം ഉണ്ടെങ്കിലും ഭാഗ്യം അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇനി അവസാനത്തേത് 5 ക്ലവർ ബുക്കാണ്. 5 ക്ലവർ ബുക്ക് അത് ഉപയോഗിക്കുന്നവൻ ശരിക്കും ഒരു മോൺസ്റ്റർ ഫൈറ്റർ ആയിരിക്കും. ആ ഒരു സ്വാഡ് അതങ്ങനെ ആസ്ത കയ്യിലേന്തി വില്ലനെ നോക്കുന്നതോട് കൂടെ ആ ഒരു എപ്പിസോഡും ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.